ആരോഗ്യം അമൂല്യം. പ്രായമായവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ വിഷയത്തെക്കുറിച്ച് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് കോഴിക്കോട് ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ഡിപ്പാർട്ട്മെന്റിലെ സീനിയർ കൺസൾട്ടന്റ് ഫിസിയാട്രിസ്റ്റ് ഡോക്ടർ വി.ടി. സുധീര. ആരോഗ്യത്തോടെ വാർദ്ധക്യത്തിലേക്ക് കടക്കുക എന്ന് പറയാൻ എളുപ്പമാണ്. വാർദ്ധക്യത്തിന്റെ വയസ്സ് പരിധിയെ തന്നെ മാറ്റി മറിച്ചിരിക്കുന്ന സാഹചര്യങ്ങളുള്ള ഈ സമൂഹത്തിൽ വാർദ്ധക്യം ഓരോരുത്തരെയും പല രീതിയിലാണ് ശാരീരികവും മാനസികവുമായി ബാധിക്കുന്നത്. സ്വയം എത്ര ശ്രമിച്ചാലും ഒരു പരിധി കഴിഞ്ഞാൽ പരാശ്രയം വേണ്ട ഒരു ഘട്ടത്തിലേക്ക് മനുഷ്യൻ എത്തിച്ചേരുന്നു എന്നുള്ളത് ഒരു പ്രകൃതി നിയമം തന്നെയാണ്. അതുകൊണ്ട് തന്നെ കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും ഭരണകൂടത്തിന്റെയും സഹായം ഇവർക്ക് അത്യാവശ്യമാണ്. ഇതെന്തൊക്കെയെന്ന് നോക്കാം. ശ്രദ്ധയോടെയുള്ള ഒരു താങ്ങൽ. ഒരുപാട് ശാരീരിക വിഷമങ്ങൾ അനുഭവിക്കുന്ന ഇവർക്ക് സ്വയം ദൈനംദിന കൃത്യങ്ങൾ ചെയ്യാൻ കഴിയാതെയാവുന്നു. അതുകൊണ്ട് കുടുംബത്തിൽ ഓരോരുത്തരും അവരാൽ ആവുന്ന സഹായം ചെയ്തു കൊടുക്കണം. എഴുന്നേൽക്കാൻ, നടക്കാൻ, ഭക്ഷണം കഴിക്കാൻ എല്ലാറ്റിനും പരസഹായം വേണ്ടിവരും. മക്കളോ മറ്റു കുടുംബക്കാരോ കൂടെ ഇല്ലാത്തവർക്ക് പരിശീലനം ലഭിച്ച സ്നേഹത്തോടെ പെരുമാറുന്ന ഒരു കെയർ ടേക്കർമാരെ വെക്കാം. നമ്മുടെ നഗരത്തിലും ഗ്രാമത്തിൽ പോലും പ്രായമായവരെ പരിപാലിക്കുന്ന നല്ല സ്വാന്തനാലയങ്ങളും വൃദ്ധസദനങ്ങളുമുണ്ട്. അവരെ അവിടെ ഏൽപ്പിക്കാവുന്നതാണ്. വീട്ടിലാണെങ്കിലും പരിപാലന കേന്ദ്രത്തിലാണെങ്കിലും അവർക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ തക്ക വിധത്തിലുള്ള ഉപകരണങ്ങൾ നൽകണം. പാകത്തിനുള്ള കിടക്കകൾ, പിടിച്ചു നടക്കാൻ ചുവരിലും കുളിമുറികളിലും ഉറപ്പുള്ള കൈവരികൾ പിടിപ്പിക്കണം. നടക്കാൻ ഒരു വാക്കറോ അല്ലെങ്കിൽ ഉറപ്പുള്ള വടികളോ നൽകുക. അവരുടെ ആവശ്യങ്ങൾ അറിയിക്കാനോ വിളിക്കാനോ ഒരു കോളിംഗ് ബെൽ കൊടുക്കുന്നത് നന്നായിരിക്കും. കൃത്യസമയത്ത് എഴുന്നേൽക്കാനും വ്യക്തി ശുചിത്വം പാലിക്കാനും സഹായിക്കുക. പറഞ്ഞു കൊടുക്കുക. അപകടങ്ങൾ വരുത്തിവെക്കുന്ന സാഹചര്യങ്ങൾ അവരിൽ നിന്ന് അകറ്റി നിർത്തുക. കൃത്യസമയത്ത് ഭക്ഷണവും മരുന്നും നൽകണം. സമൂഹത്തിൽ ഇടപഴകി നിൽക്കാൻ സഹായിക്കണം. ഇത് ഏകാന്തതയും വിരസതയും ഒഴിവാക്കുന്നു. കുടുംബങ്ങളുമായുള്ള ഒത്തുചേരലുകളിൽ പങ്കെടുപ്പിക്കുക. കുട്ടികളുമായി ഇടപഴകാൻ അവസരമൊരുക്കുക. പരിപാലന കേന്ദ്രങ്ങളിലാണെങ്കിലും ഒത്തൊരുമിച്ചുള്ള പരിപാടികളും ചെറിയ യാത്രകളും സംഘടിപ്പിക്കുക. സംഗീതം കേൾക്കാനും വായിക്കാനും താല്പര്യമുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ ഇവർക്ക് അവസരമുണ്ടാക്കി കൊടുക്കണം. പ്രാർത്ഥനയും മെഡിറ്റേഷനും ആവശ്യമുള്ളവർക്ക് അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക. ഇത് രണ്ടാമത്തെ ബാല്യമാണ് എന്ന് ഓർക്കുക. അതുകൊണ്ട് തന്നെ കുട്ടികളെ പോലെ തന്നെ പരിപാലിക്കേണ്ടി വരും. പ്രായമായവരെ പരിപാലിക്കുന്നവർക്ക് അതിന് പറ്റിയ പ്രത്യേക ക്ലാസുകൾ ധാരാളമുണ്ട്. മാറി വരുന്ന സാഹചര്യങ്ങളും പുതിയ ടെക്നോളജികളും ഈ കെയർ ടേക്കർമാരെ പഠിപ്പിക്കണം. കാരണം യാത്ര ചെയ്യാൻ കഴിയാത്തവർക്ക് ഫോണിലൂടെയോ വീഡിയോ കോൾ വഴിയോ കുട്ടികളുടെയും പേരക്കുട്ടികളുമൊത്ത് സംസാരിക്കാനും കാണാനും സൗകര്യമൊരുക്കണം. വാർദ്ധക്യത്തിൽ അവർക്ക് അത്യാവശ്യമായ നിയമവശങ്ങളെപ്പറ്റി ബോധവാന്മാരാക്കണം. കുടുംബക്കാർക്കോ കൂട്ടുകാർക്കോ മക്കൾക്കോ അവരെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി നിയമപരമായി ദുരുപയോഗം ചെയ്യാൻ അനുവദിക്കരുത്. സ്വയം ആവശ്യത്തിനു വേണ്ടി സമ്പാദിച്ച പണം യാതൊരു വിധത്തിലും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലാതെ അവർക്ക് ഇഷ്ടമുള്ള വിധത്തിലല്ലാതെ ഉപയോഗിക്കാൻ ഇടവരരുത്. ഗവൺമെൻറ് തലത്തിൽ ഇന്ന് പ്രായമായവർക്ക് പല ധനസഹായങ്ങളും മെഡിക്കൽ സഹായങ്ങളും ലഭിക്കുന്നുണ്ട്. അത് കൃത്യമായി അവരിൽ തന്നെ എത്തിച്ചേരണം എന്ന് ഉറപ്പാക്കണം. വാർദ്ധക്യം സന്തോഷകരമായി അവസാനിക്കുന്ന ഒരു യാത്രയാവാം ചിലർക്ക്, അല്ലെങ്കിൽ ഒരുപാട് വേദന അനുഭവിച്ചുകൊണ്ടുള്ള അവസാനമാവാം. നമ്മളെല്ലാവരും ഇതിലൂടെ കടന്നു പോകേണ്ടി വരുമെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ സ്നേഹത്തോടും ശ്രദ്ധയോടും കൂടി ജീവിത അവസാനം വരെ അവരെ പരിപാലിക്കാൻ എല്ലാവർക്കും ശ്രമിക്കാം. മക്കളുടെയും പേരക്കുട്ടികളുടെയും പരിചരണം അവസാന കാലങ്ങളിൽ ലഭിച്ച് കണ്ണടയ്ക്കുക എന്ന ഭാഗ്യം ഇന്നത്തെ കാലത്ത് പലർക്കുമില്ല എന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. പ്രായമായവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ വിഷയത്തെക്കുറിച്ച് ഇതുവരെ നമ്മളോട് സംസാരിച്ചത് കോഴിക്കോട് ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ഡിപ്പാർട്ട്മെന്റിലെ സീനിയർ കൺസൾട്ടന്റ് ഫിസിയാട്രിസ്റ്റ് ഡോക്ടർ വി.ടി. സുധീര.